കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ സാർ ഇവിടുണ്ട്. അദ്ദേഹം രാവിലെ തന്നെ കാഞ്ഞിരപ്പാറയിലെ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി തിരുവനന്തപുരത്ത്. ഇനി നേരെ കൊല്ലത്തേക്കാണോ, എന്താണ്? വീട്ടിൽ പോവുക, ഭക്ഷണം കഴിക്കുക, നേരെ കൊല്ലത്തേക്ക് വിടുക. കാരണം അവിടെ പാർട്ടിയുടെ ഉന്നതരെല്ലാം അവിടെ കാത്തു നിൽക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും പരമാവധി പോളിംഗ് സ്റ്റേഷനിലും കയറി വോട്ടേഴ്സിനെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ നല്ല ക്യൂ ആണ്. ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനിലും നല്ല ക്യൂ ഉണ്ട്, പോളിംഗ് സ്റ്റേഷനിലൊക്കെ. ഇതൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന വെച്ചാൽ നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി വോട്ടേഴ്സ് പരമാവധി വേഗത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനകത്ത് തന്നെ വോട്ട് ചെയ്ത് വോട്ട് ഷെയർ കൂട്ടിക്കാണിക്കണം. കേരളം ഒരു മാതൃകയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണി തന്നെ ആശയക്കുഴപ്പമുണ്ട്. അവർക്ക് LDFന്റെയും CPMന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിക്ക് തന്നെ 2 സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും അവർ രണ്ട് രീതിക്കാണ് മത്സരിക്കുന്നത്. എന്താണ് അതിനോടുള്ളൊരു ഈ നാടകം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിവില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇന്ന് പ്രധാന മാധ്യമ ചാനലുകൾ തന്നെ നമുക്കറിയില്ല എത്രയോ ആയിക്കഴിഞ്ഞു. അതിന് പുറമെ സോഷ്യൽ മീഡിയ, അതിന് എല്ലാവരുടെയും ഓരോ യൂട്യൂബ് തന്നെ നമ്മൾ എടുക്കുക, ഒരു ചാനലിന് തുല്യമാണ്. അപ്പോൾ ആൾക്കാർക്ക് ഈ നാടകം പൊളിച്ചെഴുതി കഴിഞ്ഞു. അതായത് ഇവിടെ ഇപ്പോൾ 2 മുന്നണികൾ മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞതിനകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, സർവ്വ പാർട്ടികളും. ഇപ്പോൾ കേരളത്തിലെ മുഖ്യ പാർട്ടികളിൽ 2 പാർട്ടികളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. ഇവർ 2 പേരും മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിന് അങ്ങനെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം? ഇപ്പോൾ തിരുവനന്തപുരം എടുക്കുക, കൊല്ലം എടുക്കുക. നമുക്ക് വേണ്ടതെന്താണ്? വികസനം കൊണ്ടുവരണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരാണ് ഭരണത്തിൽ വരുന്നത് ഉറപ്പായ സ്ഥിതിക്ക് നമുക്ക് ഭരണത്തിന്റെ ഭാഗമായിട്ട് ഒരു MP തെരഞ്ഞെടുത്ത് വേണം അയക്കാൻ. എന്നാൽ മാത്രമേ കേന്ദ്രം ഉദ്ദേശിക്കുന്ന വികസനം അതേ തോതിൽ അതേ അളവിൽ സംസ്ഥാനത്ത് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ജനങ്ങളോട് ഞാൻ പറയുന്നത് വെച്ചാൽ പരമാവധി ഇന്ന് വോട്ട് ചെയ്യുക, എണ്ണം വെച്ച് എല്ലാവരും ഇറങ്ങി വോട്ട് ചെയ്യുക. ഒപ്പം നരേന്ദ്രമോദി സർക്കാരിന് ശക്തി പകരാൻ വേണ്ടി ഇവിടെ നിന്ന് MP മാരെ തെരഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിപൂർവ്വം തെരഞ്ഞ് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.